നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 ലഭിച്ച റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വെറ്റിനറി കോളേജുകളിലേക്കുള്ള 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റിനും 2 പ്രൈവറ്റ് കോളേജുകളിലെ സീറ്റുകൾക്കുമായിട്ടുള്ള ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിൽ പ്രസിദ്ധീകരിച്ചു. ഒക്ടോബർ 8 മുതൽ നവംബർ 5 വരെ നീണ്ടു നിൽക്കുന്ന 3 ഓൺലൈൻ കൗൺസിലിംഗ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റൗണ്ട് 1, റൗണ്ട് 2 ആൻഡ് സ്ട്രേ വേക്കൻസി 3 ഓൺലൈൻ മോഡിലാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും റൗണ്ട് 1ലും 2ലും അലോട്ട് ചെയ്യാത്തവരെ 50,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് 3ാം ഘട്ട സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുകയും ചെയ്യാം. MBBSനും BDSനും ഒക്കെ അപ്പുറത്ത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും അധികം തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് വെറ്റിനറി. ഈ മേഖലയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ നീറ്റിൻ്റെ മാർക്കിൻ്റെയും അല്ലെങ്കിൽ നീറ്റിൻ്റെ റാങ്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ അടക്കം 15% സീറ്റുകൾക്കാണ് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിൽ നമുക്ക് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഏതാണ്ട് 700-ലധികം സീറ്റുകളാണ് വെറ്റിനറിക്ക് ഈ മേഖല വഴി ഫില്ല് ചെയ്യപ്പെടുന്നത്. ജനറൽ, OBC, SC, ST, EWS, PWD എന്നിങ്ങനെ റിസർവേഷൻ അടക്കമാണ് ഈ 734 വെറ്റിനറി സീറ്റുകൾ. ആദ്യം നമുക്ക് കൗൺസിലിംഗ് ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കാം. VCI admissions.nic.in എന്ന വെബ്സൈറ്റ് വഴി ഒക്ടോബർ 8 മുതലാണ് ആദ്യത്തെ റൗണ്ട് 1നുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. റൗണ്ട് 1നും 2നും ഇല്ല. റൗണ്ട് 3 സ്ട്രേ വേക്കൻസിക്കാണ് 50,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ചോയ്സ് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത് 9 മുതൽ 13 വരെയാണ്. അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത് 15 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഫീസുമായി 15 21 ആ കോളേജുകളിൽ നേരിട്ട് ചെന്ന് അഡ്മിഷൻ പൂർത്തിയാക്കണം. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതുപോലെ പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദം ഒക്ടോബർ 22 മുതൽ 23 വരെ 2 ദിവസമാണ്. ചോയ്സ് ഫില്ലിങ്ങും 2 ദിവസം മാത്രമാണ്, 22 23 ഒക്ടോബർ 25 2ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. 25 മുതൽ 30 വരെയുള്ള സമയങ്ങളിൽ അപ്ഗ്രഡേഷൻ കിട്ടിയവർക്കും പുതിയതായി കോളേജ് ലഭിച്ചവർക്കും കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാം. ഈ 2 റൗണ്ടുകളിലും ഒരു കോളേജും അലോട്ടഡ് ആകാത്തവർക്ക് 50,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് ഒക്ടോബർ 31 മുതൽ നവംബർ 3 വരെ രജിസ്റ്റർ ചെയ്യുവാനും ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാനും അവസരമുണ്ടാകും. ഈ ഘട്ടത്തിൽ ഏതൊക്കെ കോളേജുകളിലാണ് ഒഴിവുള്ളതെന്നുള്ളത് അതിൻ്റെ സ്ട്രീറ്റ് മെട്രിക്സ് വ്യക്തമാകും. അതനുസരിച്ച് താല്പര്യമുണ്ടെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. നവംബർ 5 അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുകയും 5 മുതൽ 10 കോളേജുകളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യാം. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വെറ്റിനറി കോളേജുകളും അവയിൽ 2 കോളേജുകളാണ് പ്രൈവറ്റ് സെക്ടറിലുള്ളത്. ആന്ധ്രാപ്രദേശിൽ 3 ഗവൺമെൻറ് കോളേജുകളിലായിട്ട് 15 സീറ്റുകളാണ് മൊത്തമുള്ളത്. അതിൽ ജനറൽ വിഭാഗത്തിൽ 8, 6, 5 ഏതാണ്ട് 19 സീറ്റുകളും മറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ കാണിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ ആസാമിൽ 2 കോളേജുകളാണുള്ളത്. മൊത്തം 21 സീറ്റുകളാണുള്ളത്. ബീഹാറിൽ 11 സീറ്റുകളുണ്ട്. ഛത്തീസ്ഗഡിൽ 15 സീറ്റുകളുണ്ട്. ഗുജറാത്തിലാണ് 4 കോളേജുകളുള്ളത്. അവിടെ നമുക്ക് ഏതാണ്ട് 47ഓളം സീറ്റുകളാണ് അവിടെ വെറ്റിനറിക്കായിട്ടുള്ളത്. ഹരിയാനയിൽ 2 കോളേജുകളിലായിട്ട് 30 സീറ്റുകളും ഹിമാചൽ പ്രദേശിൽ 11 സീറ്റോടുകൂടി 1 കോളേജും അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ 24 സീറ്റുകൾ, കർണാടകയിൽ 5 കോളേജുകളാണുള്ളത്. ഏതാണ്ട് 68ഓളം സീറ്റുകളാണ് വെറ്റിനറിക്ക് കർണാടകത്തിലുള്ളത്. കേരളത്തിൽ നമുക്കറിയാം 2 കോളേജുകളിലായിട്ട് 34 സീറ്റുകളാണ് ഒഴിവുള്ളത്. മധ്യപ്രദേശിൽ അതുപോലെ 3 കോളേജുകൾ, മഹാരാഷ്ട്രയിൽ 5 കോളേജുകൾ, മിസോറം 2 കോളേജുകൾ, ഒഡീഷ 1, പുതുച്ചേരി 1, പഞ്ചാബ് 2 കോളേജ്, രാജസ്ഥാനിലാണ് പ്രൈവറ്റ് സെക്ടറിലുള്ള കോളേജ് ഉൾപ്പെടെ 2 കോളേജുകൾ പ്രൈവറ്റ് സെക്ടറിലാണ്, അപ്പോളയും ആരാവലിയും. അവിടെയും 15% സീറ്റുകൾ മാത്രമാണ് ഓൾ ഇന്ത്യ വെറ്റിനറി ഫില്ല് ചെയ്യുന്നത്. ബാക്കിയുള്ള കോളേജുകൾ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. ബാക്കി ഗവൺമെൻറ് മേഖലയിൽ ബാക്കി 4 കോളേജുകളും. തമിഴ്നാട്ടിൽ 4 കോളേജുകളാണുള്ളത്. തെലങ്കാനയിൽ 1 കോളേജ്, ഉത്തർപ്രദേശിൽ 3 കോളേജ്,
ഉത്തരാഖണ്ഡിൽ 1, വെസ്റ്റ് ബംഗാളിൽ 1, അങ്ങനെ 734 വെറ്റിനറി സീറ്റുകളാണ് ഈ ഓൾ ഇന്ത്യ വെറ്റിനറി വഴി ഫില്ല് ചെയ്യപ്പെടുന്നത്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ പ്രത്യേകിച്ച് റിസർവേഷൻ നോക്കാതെ 285 സീറ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്. ബാക്കി OBC, EWS, SC, ST അങ്ങനെ മൊത്തത്തിലാണ് 734 സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. നീറ്റ് 2024 റിസൾട്ട് അനുസരിച്ച് ഓൾ ഇന്ത്യ തലത്തിൽ ലഭിച്ചിരിക്കുന്ന നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. ഈ ഏതാണ്ട് 734 സീറ്റുകളിൽ അല്ലെങ്കിൽ പല കോളേജുകളെ എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് വ്യക്തമാകും. നമുക്കറിയാം മദ്രാസ് വെറ്റിനറി കോളേജാണ് ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്ക് 13,000, നീറ്റിന് 13,000 ഉള്ള കുട്ടിക്ക്, അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ MBBS കിട്ടുമായിരുന്നു, എന്നിട്ടും മദ്രാസിലെ വെറ്റിനറിയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അതിനുശേഷം ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് UPയിലാണ് രണ്ടാമത്തെ കോളേജ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തൃശ്ശൂർ എടുത്തിട്ടുണ്ട് 21,000 റാങ്ക് വരെ. അങ്ങനെ കോളേജുകളുടെ പ്രയോറിറ്റി ലിസ്റ്റും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. കഴിഞ്ഞ 2024 റൗണ്ട് 1, റൗണ്ട് 2 സ്ട്രേ വേക്കൻസി 3 റിസൾട്ടുകളും സൈറ്റിൽ അവൈലബിൾ ആണ്. അതനുസരിച്ച് നിങ്ങളുടെ സാധ്യതകൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് കാണാം നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 1,00,000 അടുത്ത് വരെയുള്ളവർക്ക് ഏതെങ്കിലും ഒരു കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ട്. പ്രൈവറ്റ് കോളേജ് ഉൾപ്പെടെ ഏതാണ്ട് 1,10,000 വരെ റാങ്ക് ഉള്ളവർക്ക് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ കഴിഞ്ഞ തവണ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഓൾ ഇന്ത്യ വെറ്റിനറി സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. റിസർവേഷൻ അടക്കം ഏതാണ്ട് SC, ST റിസർവേഷൻ അടക്കം 1,50,000 വരെ ഉള്ളവരൊക്കെ ഫസ്റ്റ് റൗണ്ടിന് തന്നെ ലിസ്റ്റിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതും കാണാൻ സാധിക്കും. ഒരു ഗവൺമെൻറ് ഫീസിൽ മെഡിക്കലിൻ്റെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാനുള്ള നീറ്റ് 2025 അനുസരിച്ചുള്ള സാധ്യതയാണ് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് വഴി vci.admissions.nic.in എന്ന വെബ്സൈറ്റ് വഴി ഒക്ടോബർ 8 മുതൽ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. ആദ്യ റൗണ്ടിൽ തന്നെ നിങ്ങൾ മാക്സിമം ചോയ്സുകൾ ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ബാക്കിയുള്ള കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ കാണുമ്പോൾ ആദ്യഘട്ടത്തിലാണ് ഏറ്റവും അധികം കോളേജുകൾ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാകും. കാരണം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് MBBS BDSൻ്റെയൊക്കെ അലോട്ട്മെൻറ്റ് ഇനിയും നടക്കാനിരിക്കുന്നത് കൊണ്ട് ഓൾ ഇന്ത്യ വെറ്റിനറി തലത്തിൽ ധാരാളം വേക്കൻസികൾ ഒഴിവ് വരും. എങ്കിൽ പോലും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ആയിരിക്കും നിങ്ങൾ മാക്സിമം സീറ്റുകൾ കൊടുക്കുന്നത് അഭികാമ്യം. നീറ്റ് 2025 വെച്ചുള്ള ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ ചോയ്സ് ഫില്ലിങ്ങും അതിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ബിർലിൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമായിരിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.